ഗോൾഫ് പിന്മാറ്റം അമേരിക്കയുടെ നട്ടെല്ലൊടിച്ചിരിക്കുകയാണ്. സൗദി അറേബ്യയാണ് ഗോൾഫിൽ നിന്ന് ഏറെക്കുറെ പൂർണ്ണമായ രീതിയിൽ പിന്മാറാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് തന്നെ തീരുമാനിച്ചത്. ഇത് അമേരിക്കയും സൗദി അറേബ്യയും തമ്മിലുള്ള ബന്ധത്തിനെ സാരമായിട്ട് ബാധിച്ചിട്ടുണ്ട് എന്ന് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ റിപ്പോർട്ട് അന്ന് പുറത്തു വന്നതാണ്. അപ്പോൾ നമ്മളൊരു രാജ്യവും തമ്മിൽ വിലയിരുത്തുന്ന സമയത്ത് വെറും ഒരു നയതന്ത്ര ബന്ധമൊന്നുമല്ല, അതിൻ്റെ അകത്ത് ബിസിനസ് ബന്ധം ഉണ്ടാവും, വ്യവസായം ഉണ്ടാവും, സാമ്പത്തിക സാമൂഹ്യ രംഗത്തെല്ലാം വലിയ രീതിയിലുള്ള ഇടപെടലുകൾ ഉണ്ടാവും. ഹോസ്പിറ്റാലിറ്റി മേഖലയിലുണ്ടാവും, ബിസിനസ് മേഖലയിലുണ്ടാവും. പണം അങ്ങോട്ട് നിക്ഷേപിക്കും, പണം ഇങ്ങോട്ട് നിക്ഷേപിക്കും, ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യും, പലതരത്തിലുണ്ട്. അത് പ്രത്യേകിച്ച് അമേരിക്കയും അറേബ്യൻ രാജ്യങ്ങളിലൊക്കെ പതിറ്റാണ്ടുകൾക്ക് മുമ്പേ അങ്ങനെയുണ്ട്. ഏറെക്കുറെ അറേബ്യൻ രാജ്യങ്ങളിൽ ലോകത്തിലെ യൂറോപ്യൻ രാജ്യങ്ങളുടെ പരമാവധി ബാങ്കുകളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. ഈ സൗദിയിലൊക്കെ പോയാൽ കാണാം, സൗദി ഹോളണ്ടി ബാങ്ക്, സൗദി ഫ്രാൻസി ബാങ്ക്, സൗദി ബ്രിട്ടൻ ബാങ്ക്, സൗദി USA ബാങ്ക്, അങ്ങനെ തുടങ്ങിയിരിക്കുന്ന എല്ലാം ഇങ്ങനെ അണിനിരന്ന് നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പ്രത്യേകിച്ച് സൗദി അറേബ്യയിലെ റിയാദിൻ്റെ വലിയ ഭാഗത്ത് ഇത് തന്നെയാണ് കാണാൻ പറ്റുന്നത്. UAE അങ്ങനെ തന്നെയാണ്. അത് കുവൈത്തിലും ഖത്തറിലും ഒക്കെ നോക്കുകയാണെങ്കിൽ ഇവർ തമ്മിലുള്ള ബന്ധമാണത്. അങ്ങോട്ടും ഇങ്ങോട്ടും നിക്ഷേപങ്ങൾ നടത്തുന്നുണ്ട്. ചില അറേബ്യൻ രാജ്യങ്ങൾ ഇസ്രായേലിൻ്റെ ബാങ്കിലും നിക്ഷേപം നടത്തുന്നുണ്ട്. ആ ഇസ്രായേലിൻ്റെ ബാങ്കിൽ നിക്ഷേപം നടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇറാൻ പല ഘട്ടത്തിലും പറയുന്നത് അതിൽ നിന്ന് മാറി നിൽക്കണം, പ്രശ്നമാണ്, വിഷയമാണെന്നൊക്കെ പറയാറുണ്ട്. അതിൻ്റെ പ്രതിഫലനമൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇപ്പോൾ നമ്മൾ പറയുന്നത് ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ കായിക കളിയാണ് ഗോൾഫ് എന്ന് പറയുന്നത്. അതിൽ പണം വ്യവസായികളൊക്കെ പണം അതിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന പോലെ, അല്ല അതിനു വേണ്ടി ഇറക്കുന്ന പോലെ ഒരു കളിക്കും ഇറക്കുന്നില്ല. ലിവ് ഗോൾഫ് എന്നാണ് അതിന് പറയുന്നത്. അതിൽ നിന്നാണ് സൗദി പിന്മാറ്റം ഏറെക്കുറെ പൂർത്തിയായിരിക്കുന്നത്. 16,000 കോടിയുടെ മുടക്ക് നിക്ഷേപമൊക്കെ സൗദി അറേബ്യയുടേതുണ്ട്. അത് പിൻവലിക്കുന്ന സമയത്ത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അത് എത്ര